ഇത് 2.5 അടി, താഴത്ത് 2.5 അടി, ഇത് 2 അടി. ഇത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ വലയുടെ ഫ്രെയിം എല്ലാം കൂടില്ലേ മേഡം, കൂടിൻ്റെ ഫ്രെയിം എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ മീൻ കൂട് ഉണ്ടാക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല, നമ്മൾ പെണ്ണുങ്ങൾ വിചാരിച്ചാലും ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. എങ്ങനെയാണെന്നല്ലേ, സ്കിപ്പ് ചെയ്യാതെ കൂടെ പോന്നോളൂ, നമ്മുടെ എല്ലാ രഹസ്യങ്ങളും ഇതിലുണ്ടേ. 6mm റൗണ്ട് കമ്പിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. 8 ഒക്കെ ഉപയോഗിച്ചാൽ വെയിറ്റ് കൂടണോണ്ടാണ്. കമ്പിയെല്ലാം 4 അടി നീളത്തിൽ കട്ട് ചെയ്യുവാണ്. നമ്മുടെ കൂടിൻ്റെ മൊത്തം നീളം 4 അടിയാണ്. ഇനിയേ ഈ കമ്പിയെല്ലാം ശ്രീ റൗണ്ട് അടിച്ച് തരും. കമ്പി മണ്ണിലിട്ടിട്ട് വെയിറ്റുള്ള ചുറ്റി വെച്ചിട്ട് മുട്ടിക്കൊടുത്താൽ അത് വളഞ്ഞു വളഞ്ഞു വരും. ശ്രീ പറഞ്ഞ പോലെ തന്നെ കമ്പിയെല്ലാം വളച്ച് തന്നിട്ടുണ്ട്. ഞാനതിൻ്റെ അറ്റമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. ഫസ്റ്റ് സ്റ്റേജ് മിഷൻ കംപ്ലീറ്റഡ് ആയേ. ഇനി അങ്ങോട്ടേ മെഷീനൊന്നും വേണമെന്നില്ല കേട്ടോ, നമുക്ക് അലുമിനിയം കമ്പി വളച്ച് ചുറ്റിയാലും ചെയ്യാവുന്നതേ ഉള്ളേ. നമുക്കിവിടെ ഈ മെഷീനൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. എൻ്റെ വിപ്പ് കണ്ടിട്ട് വിഷുവായില്ലെന്നല്ല നിങ്ങൾ പറയാൻ പറഞ്ഞേ. വെൽഡിങ്ങേ എനിക്ക് ഇച്ചിരി പേടിയാണ് കേട്ടോ, കണ്ണിന് നല്ല പണി കിട്ടും. ഇങ്ങനെ പണി കിട്ടിയിട്ടുള്ളവരുണ്ടല്ലേ കമൻറ്റ് ചെയ്യണേ. ആ വെൽഡിങ് ഫേസ് ഷീൽഡിൻ്റെ ഗ്ലാസ് താഴെ വീണിട്ട് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ വലയുടെ ഫ്രെയിം എല്ലാം കൂടില്ലേ മേഡം, കൂടിൻ്റെ ഫ്രെയിം എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത്തവണ നമ്മളെ കമ്പി വെച്ചിട്ടാണ്, സ്ട്രോങ് ആണ് കേട്ടോ. ഇത് 2.5 അടി, താഴത്ത് 2.5 അടി, ഇത് 2 അടി, ഇത് 1 അടി, ഇങ്ങനെയാണ് നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത്. ഈ മൊത്തം ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 4 അടിയാണ് കേട്ടോ. ഈ 3 ഫ്രെയിം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 8 കിലോ കമ്പിയാണ് നമുക്ക് വേണ്ടി വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിതിനെ പെയിൻ്റ് അടിക്കണം. പിന്നെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് വല കൊണ്ടുവന്നിട്ട് നമുക്കിത് കവർ ചെയ്യണം. ഫ്രെയിമിൻ്റെ ഇല്ലേ ഷേപ്പൊക്കെ കുറച്ച് കുറവുണ്ട് കേട്ടോ. ഇതാ ഏറ്റവും ഷേപ്പ് ഇച്ചിരി കുറഞ്ഞാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതൊന്നും അത്ര കുഴപ്പമില്ല. ഇത് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. പിന്നെ അതേ ഇതൊന്നും ഷേപ്പ് അത്ര കുഴപ്പമില്ല, ഒത്തിരിയൊക്കെ കറക്റ്റാക്കി വന്നിട്ടുണ്ട്. നമ്മൾ വെക്കുമ്പോൾ ഇതിൽ കൂടിയാണ് മീൻ കയറുന്നത് കേട്ടോ, ഈ വലിയ ഇതിൽ കൂടി. പിന്നെ ഇവിടെ നമ്മൾ അടച്ചു വെക്കും, വല വെച്ചിട്ട് കെട്ടി വെക്കും. ഇതിൽ കൂടിയാണ് നമ്മൾ മീൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം. അങ്ങനെയാണ് ഇപ്പം നമ്മുടെ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് പെയിൻ്റ് അടിച്ചാലോ? നമ്മുടെ കൂടെ ഒരാളുണ്ട്, ഇത് ഇവിടെ കിടന്ന് എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് ഇത് ഇവിടെ കിടന്ന് ഉരുളുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെയിൻ്റ് അടിക്കാം. വാ, നമ്മൾ വാങ്ങിയിട്ടുള്ളത് അപ്പോക്സിയുടെ ഒരു 1/2 ലിറ്ററിൻ്റെ പ്രൈമറാണേ. പ്രൈമറ്, പിന്നെ ഒരു തിന്നറ്, പിന്നെ ഒരു സാമ്പിൾ പെയിൻറ്റ്. വെള്ളത്തിൽ ഇടണോണ്ടേ പ്രൈമർ അടിക്കാണ്ട് നമുക്ക് വെക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടിട്ടാണേ. അപ്പോൾ നമുക്ക് പെയിൻ്റ് അടിക്കാം. ഇത് മെയിൻ സാധനം കാണിച്ചില്ല. ഇത് നമ്മുടെ ബ്രഷ്. നിനക്കുള്ളതല്ലടാ, ഇത് നമ്മുടെ ബ്രഷ്. എല്ലാത്തിനും എൻ്റെ കൂടെ കൂട്ടുകാരൻ ആളാണ് കേട്ടോ. രാത്രിയിലാണേലും പകലാണേലും പിനാക്കി മാത്രം എനിക്ക് എപ്പോഴും ഉള്ളത്. അല്ലോടാ സുന്ദരക്കുട്ടം. ഇവൻ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടുണ്ടല്ലോ, വെളുപ്പിന് ഞാൻ എഴുന്നേറ്റ അവൻ എൻ്റെ കൂടെ എഴുന്നേക്കും. അങ്ങനെയായിരുന്നു നമ്മുടെ പിനാക്കിയോ കുഞ്ഞ്. അല്ലോടി സുന്ദരി, അല്ലോടി സുന്ദരി. വേണ്ടപ്പോഴേ ആളെൻ്റെ കൂടെ ഷൂട്ടിങ്ങിന് പോസ് ചെയ്യാൻ വന്നതാ. അല്ലോടാ അല്ലോടോ സുന്ദരി. ഞാൻ നോക്കിയപ്പോൾ ബ്രഷിനേക്കാളും എളുപ്പം ഈ തുണിക്കഷ്ണാണ് കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് പണി തീരുവേ. ഇത് കണ്ടോ, ഓടിച്ച് വലിച്ചു വിട്ടാൽ മതി. ചെടി പണി കളഞ്ഞു. നമ്മുടെ ലാസ്റ്റ് വന്ന് ഒരെണ്ണം അടിക്കാൻ വന്നപ്പോഴേക്കും ഒരു കമ്പിയുടെ കുറവുണ്ടായിരുന്നേ. അവിടെ നമുക്കിനി മുള വല്ലതും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ഇരിക്കണേ. നമ്മുടെ അച്ഛനുണ്ടായിരുന്നപ്പോൾ ഇതൊക്കെ ചെയ്ത അച്ഛനെയൊക്കെ പൊന്നാട ഇട്ട് എന്നെ ആദരിച്ചാണ്. കൂടെ ഉണ്ടാക്കി സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. സമയം 7:30 ആയേ. പിന്നെ നമ്മൾ ഓടിപ്പോയി വലയും കയറും വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. കുറേ കടയിൽ കയറേണ്ടി വന്ന് നമ്മൾ ഉദ്ദേശിച്ച വല കിട്ടാൻ വേണ്ടിയേ. അങ്ങനെ അവസാനം കട അടക്കാൻ പോയ ചേട്ടനോട് അടക്കല്ലേ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ചാടി കയറിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വല മേടിക്കണത് കേട്ടോ. നമ്മൾ നമ്മുടെ കൂടിൻ്റെ ഫ്രെയിമിന് ഇന്നലെ പ്രൈമർ അടിച്ച് ഇന്ന് പെയിൻറ്റും അടിച്ച് 2 കോട്ട് പ്രൈമർ അടിച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഫ്രെയിം കവർ ചെയ്യാനുള്ള വല മേടിച്ചിട്ടുണ്ട്. ഇതാണ് 1 കിലോ വല നമ്മൾ മേടിച്ച് 500 രൂപയാണ്. ശരിക്കും പറഞ്ഞാൽ 1/2 കിലോ മതിയായിരുന്നു. നമ്മൾ ഇച്ചിരി കൂടുതൽ വാങ്ങിയതാണ്. ഇതേ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ത് കണ്ടോ, കണ്ണിയെടുപ്പുള്ള വലയാണ് കേട്ടോ മേടിക്കണം. അല്ലെങ്കിൽ പാമ്പൊക്കെ കയറാൻ സാധ്യതയുണ്ട്. നമുക്ക് എടുത്ത് കളയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമേ.
വല ജോയിൻ ചെയ്യാനുള്ള കയറാണ് കേട്ടോ ഇത്, മഞ്ഞ കയറ്. നമ്മൾ ഇത്തവണ 2 കളറ് കയറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കൂടിന് നമുക്ക് എപ്പോഴും പണി കിട്ടുമായിരുന്നു. അത് കാരണം ഇത് നമുക്ക് തുറക്കാൻ വേണ്ടിയിട്ടുള്ളത്, മീൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കയറ് കെട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. 2 കളർ കയർ. അപ്പം നമ്മുടെ കൂടെ ഏതാണ്ട് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ കൂടിനകത്ത് എങ്ങനെയാണ് മീൻ കയറണേന്നല്ലേ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. നമ്മുടെ ഈ കൂടിൻ്റെ ഷേപ്പ് ഒരു ഫണൽ ഷേപ്പാണ്. അതായത് നമ്മുടെ ഈ മണ്ണെണ്ണയൊക്കെ പണ്ടൊക്കെ മണ്ണെണ്ണ ഒഴിക്കണ ചോർപ്പില്ലേ, നിങ്ങളുടെയൊക്കെ നാട്ടിൽ അതിന് എന്നാ പറയണേന്ന് എനിക്കറിയാൻ മേല. ആ ചോർപ്പിൻ്റെ ഷേപ്പാണ് കേട്ടോ നമ്മുടെ ഈ കൂടിനല്ല കേട്ടോ ചോർപ്പിൻ്റെ ഷേപ്പേ, നമ്മുടെ ഈ ട്രാപ്പാണ് കേട്ടോ ചോർപ്പ് പോലെ. അതായത് ഇതിനകത്തോട്ട് മീൻ കയറി കഴിഞ്ഞാൽ മീനിന് പിന്നെ തിരിച്ചിറങ്ങാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ മീനെല്ലാം ഇങ്ങനെ ഒഴുക്കിനെതിരായിട്ടാണല്ലോ നീന്തി കയറണേ. അപ്പം നമ്മുടെ കുളത്തിൽ നിന്ന് പുഴയിലോട്ട് വെള്ളം ഇറങ്ങുമ്പോൾ മീൻ പുഴയിൽ നിന്ന് വന്നിട്ട് നമ്മുടെ ഈ ട്രാപ്പിൽ കയറുകയാണ് ചെയ്യണേ. ഒരു 3-4 മീനൊക്കെ കയറുമ്പോഴേ ഒരു മീനൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ കൂടിൻ്റെ പുറകുവശമാണേ. ഇത്തവണ നമ്മളെ 2 കളർ കയറിട്ടിട്ടാണ് കെട്ടിയിട്ടുള്ളത് കേട്ടോ. പുറകുവശത്തിന് വേറെ ഒരു പച്ച കളർ കയറാണേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ 2 മഞ്ഞ കളറായതുകൊണ്ടേ കുറേ അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ മീനെടുക്കാൻ നേരത്ത്. അത് കാരണം പിന്നെ അതുകൂടാണ്ട് നമ്മൾ ഇത്തവണ ഒരു പിടി പോലെ കയറ് വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ വലിയ വശം കറക്റ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. സമയം 12 മണിയായി കേട്ടോ. ഇപ്പോഴാണ് നമ്മുടെ കൂടിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ വെച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല, ഒരു ഏനക്കേടാന്നേ. അത് കാരണം അതുമായിട്ട് വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴയ കൂട് നോക്കുകയും ചെയ്യാം, അത് മാറ്റിയിട്ട് ഇത് വെക്കുകയും ചെയ്യാം. അപ്പം പതിവ് പോലെ നമ്മുടെ കൂടിലൊരു കുഞ്ഞനാമ വന്നിട്ടുണ്ട് കേട്ടോ. അവൻ തുറന്ന് അവൻ്റെ ആവാസ വ്യവസ്ഥയിലോട്ട് തന്നെ അങ്ങ് പറഞ്ഞു വിടുവാണ് കേട്ടോ. ഇപ്പം ഇത് വെച്ചിട്ടേ കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഇതിനൊരു പ്ലാസ്റ്റിക്കിൻ്റെ മണമൊക്കെ ഉണ്ടല്ലോ, ഇത് കുറേ ദിവസം വെള്ളത്തിൽ കിടന്ന് പായലും പൂപ്പലൊക്കെ പിടിച്ചിട്ട് ഒരു സ്വാഭാവികതയൊക്കെ തോന്നിയെങ്കിൽ മാത്രമേ മീനൊക്കെ കയറാൻ സാധ്യതയുള്ളേ. എന്തായാലും നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ ഒരു ത്വരയിൽ കൊണ്ട് നമ്മളതങ്ങ് വെക്കുവാണേ. വലയെല്ലാം സെറ്റാക്കി എൻ്റെ കടലമ്മേ എനിക്ക് നാളെ ഒരു കൊമ്പസ്രാവിനെ തന്നേക്കണേന്ന് പ്രാർത്ഥിച്ചിട്ടേ നമ്മൾ പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. ബാക്കി വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ. ഓക്കെ, സീ യു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റ് എല്ലാം ചെയ്യണം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. ഉറപ്പായിട്ടും മറുപടി പറയും.